Hello friends, welcome to yet another interesting episode from Comtech systems. I'm Sri Lakshmi Chandran. In this video, we will cover easily vulnerable possibility. Most of us today have WhatsApp, Facebook accounts. In social media accounts, Android devices hacked example in this video. So stay tuned and keep watching. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ രണ്ട് മെഷീൻസ് റെഡിയാണ്. ഒന്ന് നമ്മുടെ ഹാക്കിംഗ് മെഷീൻ, പിന്നെ ഒരു മൊബൈലുണ്ട്, ഒരു ആൻഡ്രോയിഡ് മൊബൈൽ. സോ ഇത് എൻ്റെ ഒരു പഴയ മൊബൈലാണ്, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. സോ ഇതാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമ്മൾ വാട്സപ്പിൻ്റെ ഒരു APK ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് ഫയൽസിനകത്തുനിന്ന് പോയിട്ട് ഡൗൺലോഡ്സ് ഞാനത് ഈ ഒരു മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഡൗൺലോഡ്സിനകത്ത് എടുത്ത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഡൗൺലോഡ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ടാവും. ഇതെല്ലാം ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി വാട്സപ്പ് കൂടാതെ ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ജിയോ TV ഉണ്ട്, PUBG ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇതൊരു ഒറിജിനൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഇതിനകത്തേക്ക് കുറച്ച് മലീഷ്യസ് ആയിട്ടുള്ള കോഡ്സ് ഇൻജെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്സപ്പ് എപ്പോൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് ബാക്ക് ആൻഡ് കണക്ഷൻ ഹാക്കിംഗ് മെഷീനകത്ത് കിട്ടും. അതാണ് ഇന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ കണ്ടന്റ്. സോ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് സെർവർ ഒന്ന് ഹാക്കിംഗ് മെഷീൻ ഒന്ന് റൺ ചെയ്യാം. കണ്ടല്ലോ, ഒറിജിനൽ വാട്സപ്പാണ്. നമ്മുടെ സെർവറിനകത്തേക്ക് ഹാക്കിംഗ് മെഷീനകത്തേക്ക് നമുക്ക് കണക്ഷൻ കിട്ടി. ഇത് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ അല്ലെങ്കിൽ ഈ മൊബൈൽ തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് സിസ് ഇൻഫോ എന്ന് അടിച്ചു നോക്കാം. സോ അത് മൊബൈലിലേക്ക് തന്നെ ആണോ കണക്റ്റ് ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുമല്ലോ. യെസ്, ആൻഡ്രോയിഡ് 6.0. ഫൈൻ. സോ ഒരു കണക്ഷൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഒരു കാര്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യാം. നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന കോൺടാക്ട്സ് കുറേ ഒന്ന് ഡംപ് ചെയ്തെടുക്കാം. സോ അതിനുവേണ്ടി നമ്മൾ അടിക്കേണ്ട കമാൻഡാണ് dump_contacts. സോ ഇത് ഡംപ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, 94 കോണ്ടാക്ട്സ് ആണ് എൻ്റെ ഈ മെഷീനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ കോണ്ടാക്ട്സ് ആണ് ഗൈസ്, ഇത് ഒറിജിനൽ കോണ്ടാക്ട്സ് ആണ്. സോ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട്, ഈ സെഷനൊന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. dump 2020 06 06 004853.txt. സോ നമ്മൾ ഡംപ് ചെയ്തിട്ടുള്ള ഫയൽ സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനാണിത്. അതാണ് നമ്മളിവിടെ അടിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് ഇത് ചെയ്തു. കണ്ടല്ലോ, ഒരുപാട് കോണ്ടാക്ട്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 94 കോണ്ടാക്ട്സ് ഇതിനകത്തുണ്ട്. സോ ഇങ്ങനെയാണ് ഹാക്കേഴ്സ് ലെജിറ്റിമേറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിലെ ആക്സസ് എടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ മറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യരുതെന്ന് ഞാൻ പറയില്ല. കാര്യം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പകരം നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. വാട്സപ്പ് എന്നല്ല, എല്ലാ ആപ്ലിക്കേഷൻ്റെ അകത്തും നമുക്ക് ഇതുപോലെ മലീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ബി സേഫ്. താങ്ക് യു ഓൾ. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഒരു ഐ ഓപ്പണർ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. All of us have to be aware, be safe. Thank you for watching. Goodbye.